അവിടത്തെ വാഴ്ത്തുവിൻ. സാധനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ഒന്നായി പാടിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോൽ അദൃശ്യലോകവും സൃഷ്ടി
സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥന ഏകദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമായി സകലരും ശ്രവിക്കുമന്ത്യവിധി വിനീതരായി. കാതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമാ ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ ശ്ലൈഹിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാഥനാകുമേകദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രകിസന്മാരും മേജാജ് ബിഷപ്പ്മാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സ്നേഹിതൻ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവേൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വകരാജിൽ ജീവനും കാരണമാവട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വസിച്ചോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മഹത്സം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന, ഓശാന. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും
കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലേയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഏറെ പ്രത്യേകമായ അങ്ങേ ഒരുക്കത്തോടും ആഘോഷപൂർവ്വമായി സ്വീകരിക്കുന്ന ഈ കുഞ്ഞുമക്കൾക്കും തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കപ്പെട്ട പ്രിയപ്പെട്ട മക്കൾക്കും ഇവരുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരും ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടവരുമായ ഓരോരുത്തർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ
അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്ന പോലെ പാപമോചകമായ തിരുശ്ശേരി രക്തങ്ങളെങ്ങ് പരിമള പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം.
അനിതാപത്തിലുള്ള അന്വേഷണത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാപത്തെ പശ്ചാത്തപിച്ചുകൊണ്ടും സ്രോതത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സൽനാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും ഘടകങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനായി പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വിശുദ്ധ മദ്ബഹയിൽ നമ്മുടെ മുൻപിൽ ബലിയർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിനു മുൻപിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് അവിടത്തേക്ക് ഹല്ലേലൂയ പാടാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കാൻ സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് നൽകുവാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. സഹോദരരെ, വരുവിൻ. മാലാഖമാർ പോലും ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ പ്രിയേ
പരിശുദ്ധന്മാരുടെ ഭാരത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവിതായ ദൈവികവുമായ ഈ ചികിത്സ ലഭിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യമായിട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നിൽക്കുന്ന ദിവ്യകുഞ്ഞാടായ യേശോയുടെ തിരുശരീര രക്തങ്ങളാൽ ഈ മക്കളെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന് നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ വാഗ്ദാനം ഈ ദാസരിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയ മക്കളും മിശിഹായുടെ കൊട്ടവകാശികളുമായി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസർ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മറിയൗസേപ്പിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയുടെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാരണഭൂതരായ വിശുദ്ധാത്മാക്കളുടെയും പ്രാർത്ഥന ഈ മക്കൾക്ക് സഹായിക്കുമാറാകട്ടെ. ഇവരുടെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധരുടെ ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ധീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ
നൽകും ദൈവികമാ ശുദ്ധിയേടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കുഞ്ഞുങ്ങളോടൊപ്പം നമ്മളിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയ്ക്ക് നന്ദി പറയാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് ഏറ്റു ചൊല്ലാം. I thank you, Jesus, I thank you, Jesus, for coming into my heart for coming into my heart, by receiving you by receiving you through communion. through communion. By the help of your grace, By the help of your grace, I will try to become a child of God I'll try to become a child of God with the strength of the Holy Spirit with the strength of the Holy Spirit to guide me. to guide me. Amen. Amen. നമുക്കിരിക്കാം. ഇന്നലെ വിശുദ്ധ ജോവാക്കീം അന്ന പുണ്യവതിമാരുടെ തിരുനാളായിരുന്നു. വിനോദാറ്റ് ഈശോയുടെ ഗ്രാൻഡ് പാരൻസാണ്, പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു ദിവസം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായി നമുക്ക് നമ്മുടെ കൂടെയുള്ള എല്ലാ ഗ്രാൻഡ് പാരൻസിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരൊന്ന് ജസ്റ്റ് ഒരു മിഠായി നൽകി ഒന്ന് വിഷ് ചെയ്യുകയാണ്. ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ളവർ, ഇവിടെയുള്ളവർ മുമ്പിലോട്ട് കയറി വരിക. ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? നാട്ടിൽ പല പേരുകളാണ്. അപ്പൂപ്പൻ, അമ്മൂമ്മ, വല്യമ്മച്ചി, വല്യപ്പൻ, ഇങ്ങനെയുള്ള അങ്ങനെ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ളവർ മുമ്പോട്ട് കയറി വരുന്നു. അവരെ ഒന്ന് സഭയുടെ നാമത്തിൽ അഭിനന്ദിക്കുന്നു, അവർക്ക് പ്രാർത്ഥനകൾ നേരുന്നു. പെട്ടെന്ന് കയറി വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം കളയാതെ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയും അതുപോലെ തന്നെ ജൂബിലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ പെട്ടെന്ന് വരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. പിന്നീട് ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ കുറച്ച് സമയം കൂടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകം നമ്മുടെ ഈ ഗ്രാൻഡ് പാരൻസിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ വല്യപ്പനും വല്യമ്മയായ ജോവാക്കീം അന്ന ദമ്പതിമാരെ പോലെ വിശ്വസ്തയിലും വിശുദ്ധിയിലും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും സമൂഹത്തിനുമൊക്കെ മാതൃകാപരമായ ജീവൻ നയിക്കാൻ ഇവരെ കൂടുതൽ കൃപയും അഭിഷേകം കൊണ്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദമ്പതിമാരെ, ഈ മാതാപിതാക്കളെ ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വല്യപ്പച്ചനും വല്യമ്മച്ചുമായ അങ്ങയുടെ ഗ്രാൻഡ് പാരൻസായ ജോവാക്കീം അന്ന ദമ്പതിമാരുടെ വിശ്വാസധീരതയും വിശുദ്ധിയും ഈ മക്കൾക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ ഇന്നത്തെ ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഒരു വാക്ക് നന്ദി എൻ്റെ ഭാഗത്ത് ഞാൻ പറയുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു വലിയ കർമ്മത്തിലേക്ക് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രത്യേക കുഞ്ഞുങ്ങളുടെ 5 പേരുടെയും മാതാപിതാക്കൾ, കുറച്ച് പേര് നാട്ടിലാണ് കുർബാന സ്വീകരിക്കുന്നത്, ആഘോഷമായ കുർബാന സ്വീകരണം നാട്ടിലാണ്, അവരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. എങ്കിലും എല്ലാ മാതാപിതാക്കളെയും ഞാൻ നന്ദിയോടെ സഭയുടെ നാമത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ വലിയ നിശ്ചയദാർഢ്യം, വിശ്വാസ തീക്ഷ്ണത ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ നിങ്ങൾ പകർന്നു കൊടുക്കാൻ വലിയ മാതൃകകളായി നിങ്ങൾ സമയവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സമ്പത്തും ഒക്കെ നിങ്ങളതിനു വേണ്ടി ചെലവഴിച്ചു. സോ ഓൾ ദ പാരൻസ്, ഐ കൺഗ്രാറ്റുലേറ്റ് യു ഇൻ ദ നെയിം ഓഫ് ദ ചേർച്ച് ആൻഡ് ജീസസ്. ഒരു കൈയടിക്കാം. ഓക്കെ. ഇവരോടൊപ്പം നമുക്കറിയാം കാറ്റഗിസം ടീച്ചേഴ്സ്, കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കുഞ്ഞുങ്ങളെ ഒരുക്കിയത്. മാസങ്ങളായി ഇവർക്ക്, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊക്കെ കൃത്യമായും നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും പഠനവും ഒക്കെയായി ഇവരെ നയിച്ചത് നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സാണ്. ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഇവരെ നയിച്ച ജിൻസി ടീച്ചർ, കനിഷ്ക ടീച്ചർ, അതുപോലെ ബോണി ടീച്ചർ, ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവർക്കെല്ലാം നേതൃത്വം നൽകുന്ന ഹെഡ് ടീച്ചറായിട്ടുള്ള ലാലിച്ചേട്ടനെയും അസിസ്റ്റൻ്റായിട്ടുള്ള സുമിനെയും പ്രത്യേകം നന്ദിയോടെ ഈ ഒരു സമയം ഇവരുടെ പേരിൽ ഞാൻ പ്രത്യേകം സഭയുടെ നാമത്തിൽ നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങളെടുത്ത വലിയ ഒരു കമ്മിറ്റ്മെൻറ്റിന് നന്ദി പറയുകയും ചെയ്യാം. The children who received their first Holy Communion today, Eliza, Ivania, Jayon, Jeremiah and Jordan. Please come forward. Thank you, children. You can go back to your seats. Everyone, today is a very special day in our lives, as today us children have received the sacrament of the Holy Eucharist for the very first time. We are filled with praise and thanks to our dear Jesus for coming into our hearts, bringing us closer to the kingdom of God. This journey would not have been an easy one without the help of many wonderful people who have taken out the time of their own to prepare us to receive Jesus in the best way, physically and spiritually. I received a gift today, a meal to heal my soul. I received a gift today, now Jesus makes me whole. I believe He lives in me, the Lord of Christ for all to see. I received a gift today, a meal to heal my soul. I received a gift today, Jesus makes me whole. I believe He lives in me, His body and blood will set me free. I received a gift today, a meal to heal my soul. I received a gift today, now Jesus makes me whole. Jesus makes me whole. Thank you. Thank you. നമ്മളുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ട് ജോഷി 2 വാക്ക് നന്ദിയുടെ വാക്കുകൾ സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഫാദർ ഷിനോജ് അച്ചാം, ഹെഡ് ടീച്ചർ, കാറ്റഗിസം ടീച്ചേഴ്സ്,
and parents and my dear friends and children. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ്. ജസ്റ്റ് സേ ഫ്യൂ വേർഡ്സ് ഓഫ് താങ്ക്സ് ആൻഡ് അപ്രീസിയേഷൻ. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു, ഐൽസ്പോർട്ടിലെ മാതാവിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണത്തിലുള്ള ഒരുക്കി തന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഷിനോജ് അച്ഛൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർക്ക് വേണ്ട ആത്മീയമായ ഗൈഡൻസും ധൈര്യവും പ്രാർത്ഥനയും എല്ലാം നൽകി അവരെ ഈ ഒരു ദിവസത്തിനു വേണ്ടി തയ്യാറെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും മാതാപിതാക്കന്മാരുടെ പേരിലുള്ള നന്ദി, സ്നേഹം. ഞങ്ങൾ അച്ഛന് ഒരു ചെറിയ ഗിഫ്റ്റ് തരുന്നു. ഈ കൂടെ തന്നെ സമയം ലാഭിക്കുകയാണ് കേട്ടോ. എലൈസ ഈസ് ഗോയിങ് ടു ഗിവ് എ സ്മോൾ ഗ്രാറ്റിറ്റ്യൂഡ്. അടുത്തതായിട്ട് നമുക്കിന്നിവിടെ അച്ഛൻ്റെ കൂടെ നമ്മുടെ ഔദ്യോഗികമായിട്ട് വിളിച്ചിരുന്നായിരുന്നു ബഹുമാനപ്പെട്ട ടോമി അച്ഛൻ. ടോമി അച്ഛനൊരു എമർജൻസി ആയിട്ട് പോകേണ്ടതുകൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ല. അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. അടുത്തതായിട്ട് ലാലിച്ചൻ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഇടവ മിഷൻ്റെ തുടങ്ങിയ കാലം മുതലുള്ള ഹെഡ് ടീച്ചറാണ്. ആ ലാലിച്ചൻ്റെ ഗൈഡൻസ് ടീച്ചേഴ്സ് വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലെ ഹെഡ് മാസ്റ്ററെ പോലെ പേടിപ്പിച്ചും വെറുപ്പിച്ചുമൊക്കെ നല്ല ആത്മീയമായ ഗൈഡൻസ് കൊടുത്തിരുന്ന ലാലിച്ചനുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും പറയുകയാണ്. ലാലിച്ചന് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഇവാനിയനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ കമ്മ്യൂണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിച്ച നമ്മുടെ ജിൻസി വളരെ കമ്മിറ്റഡാണ്. എല്ലാ തിരക്കുകൾക്കിടയിലും അവരെ എല്ലാ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുത്ത ജിൻസിക്കുള്ള പ്രത്യേക നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നൽകുന്നു. ജിൻസിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ്. Jayon, please come forward. അടുത്തതായിട്ട് നമ്മുടെ കനിഷ്കയാണ്. കനിഷ്ക ടൺബർ ജുവൽസിൽ നിന്നാണെങ്കിലും വളരെ ദൂരത്തുനിന്ന് വന്ന് അവർക്ക് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മെഡിസോണി ക്യാമ്പ് ചെയ്തേക്കുമായിരുന്നു. ട്രാൻസ്പോർട്ടിൻ്റെ പ്രശ്നം കാരണം തോന്നണം. എനിവേ കനിഷ്കയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവരെ പ്രത്യേകം പഠിപ്പിക്കുകയും ക്ലാസ്സുകളിലെല്ലാം അറ്റൻഡ് ചെയ്ത് ജെറമിയനെ വിളിക്കുന്നു. സ്മോൾ ഗിഫ്റ്റ്. അടുത്തതായിട്ട് ബോണിയാണ്. ബോണി പിന്നെ ഇവിടെ ഈ പള്ളിയിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ടീച്ചേഴ്സിൻ്റെ കൂടെ സഹായിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കുകയും ചെയ്ത ബോണീനെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ബോണിക്ക് ഒരു ചെറിയ സ്മോൾ ഗിഫ്റ്റ്. ജോർഡൻ പ്ലീസ്. അപ്പോൾ ഇനി അടുത്ത താങ്ക്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നൽകി ഈ ഒരു ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആത്മീയമായിട്ടും ഒക്കെ പ്രാർത്ഥനയിൽ കൂടെയും അവരെ ഓർക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മളൊരു സ്മോൾ സ്നാക്സ് നമ്മുടെ സെൻറ്റ് സൈമൺ സ്റ്റോക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് വന്ന് സംവദിക്കണമെന്ന് പേരൻസിൻ്റെ പേരിൽ ഞാൻ പറയുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ വേണ്ടി ഒന്നുകൂടി പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോഷി.